പാർട്ടിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ റോയ് വെള്ളരിങ്ങാട് ഈ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ക്ഷണിച്ചുള്ളൂ. ബഹുമാനായ യോഗാധ്യക്ഷനും ആം ആദ്മി പാർട്ടിയുടെ പാലായുടെ മുനിസിപ്പൽ പ്രസിഡന്റുമായ ജോയി കളരിക്കൽ, ആം ആദ്മി പാർട്ടിയുടെ പാലാ നിയോജകമണ്ഡലം ട്രഷറർ രാജു താന്നിക്കല്, ആം ആദ്മി പാർട്ടിയുടെ പാലാ നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റും വനിതാ വിംഗ് സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിയുമായ ശ്രീമതി ഫാത്തിമ മാഡം, വൈസ് പ്രസിഡന്റ് ജൂലിയസ്, സ്നേഹമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തില് വിവിധങ്ങളായ വിഷയങ്ങള് പൊതുമധ്യത്തിൽ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധ പരിപാടികളും അതുപോലെയുള്ള ഒപ്പുശേഖരണവും എല്ലാം നടത്തിക്കൊണ്ട് ഈ നാടിനെ പുരോഗതിയിലേക്ക് നയിക്കാൻ ആവുന്നതായ ശ്രമങ്ങൾ ഞങ്ങൾ തുടങ്ങി വരികയാണ്. ആം ആദ്മി പാർട്ടി എന്ന് പറയുമ്പോൾ അത് മറ്റ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ആം ആദ്മി പാർട്ടിയുടെ പോളിസിയും ആദർശവും എന്ന് പറയുന്നത് ക്ഷേമരാഷ്ട്രീയം എന്നത്, അതായത് വെൽഫെയർ പൊളിറ്റിക്സ് എന്നതാണ്. നാടിന്റെ വെൽഫെയർ, ജനങ്ങളുടെ വെൽഫെയർ, അതിന് മുൻതൂക്കം കൊടുത്തുകൊണ്ട് സംസ്ഥാനത്തിന്റെയും രാജ്യത്തിന്റെയും പൊതുഫണ്ട് ദുർവ്യയം ചെയ്യുന്ന നടപടികൾക്കെതിരെ, അഴിമതിക്കെതിരായ ഒരു പോരാട്ടത്തിലൂടെ 2012 രൂപം കൊണ്ട ആം ആദ്മി പാർട്ടി 10 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ദേശീയ പാർട്ടിയായി അംഗീകാരം കഴിഞ്ഞു. ഒരു ദേശീയ പാർട്ടിയായി അംഗീകാരം നേടണമെങ്കിൽ ഒരു പാർട്ടിക്ക് 2 സംസ്ഥാനങ്ങളിൽ ഭരണവും അതുപോലെ 4 സംസ്ഥാനങ്ങളിൽ 6% കൂടുതൽ വോട്ടും വേണ്ടതായിട്ടുണ്ട്. നമുക്ക് ഗുജറാത്ത് അതുപോലെ ഗോവ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ 12% വരെ വോട്ടുകളും പഞ്ചാബിലും ഡൽഹിയിലും ഭരണ ചുമതലയും ആം ആദ്മി പാർട്ടിക്ക് ലഭിക്കുകയുണ്ടായി. അത്തരം ഒരു സാഹചര്യത്തിലാണ് ദേശീയ പാർട്ടി അംഗീകാരം കിട്ടിയത്. ഈ ദേശീയ പാർട്ടി എന്ന രീതിയിൽ അംഗീകാരം കിട്ടാൻ ജനങ്ങൾ ഡൽഹിയിൽ രൂപീകരിക്കപ്പെട്ട കേവലം 12 വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിക്കപ്പെട്ട ആം ആദ്മി പാർട്ടി പിന്നിലേക്ക് എന്തുകൊണ്ടാണ് ജനങ്ങൾ അണിനിരുന്നത് എന്ന കാര്യം കൂടെ നാം ഓർക്കുന്നത് കൊള്ളാം. നമുക്കറിയാം, ഈ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 77ഓളം വർഷങ്ങളായി. ഇവിടുത്തെ പൊതുഫണ്ട് ദുർവ്യയം ചെയ്തുകൊണ്ട് അമിതമായി രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ രാഷ്ട്രീയം തൊഴിലായി കണ്ടുകൊണ്ട് പോകുന്ന രാഷ്ട്രീയ നേതാക്കളും അതുപോലെ ഉദ്യോഗസ്ഥരും കോൺട്രാക്ടർമാരും അദാനി പോലെയുള്ള ബിസിനസ്സുകാരുമൊക്കെ തടിച്ചു കൊഴുക്കുമ്പോൾ ഇന്ത്യയുടെ പതനാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ജനങ്ങള് ദാരിദ്ര്യത്തിൽ കഴിയുന്നു, കേരളത്തിലേത് പ്രത്യേകിച്ചും. കേരളത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ 5-8 വർഷങ്ങൾ കൊണ്ട് ഏതൊക്കെ നികുതികളാണോ വർദ്ധിപ്പിക്കാവുന്നത് അവയെല്ലാം വർദ്ധിപ്പിച്ചതിന് ശേഷം വീണ്ടും ഇത് ഇലക്ട്രിസിറ്റി ബില്ലുകൾ വർധനയിലെ നീക്കവുമായി മുന്നോട്ട് പോവുകയാണ്. അതിനൊക്കെതിരായിട്ടുള്ള ശക്തമായ പ്രക്ഷോഭണങ്ങള് ആം ആദ്മി പാർട്ടി ചെയ്യുമ്പോൾ, ഇലക്ട്രിസിറ്റി ബോർഡിനെതിരെയൊക്കെ സമരം ചെയ്യുമ്പോൾ, ആ നികുതി വർധനവിനെതിരെ സമരം ചെയ്യുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് അതിൻ്റെതായ അവകാശമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം നമുക്കറിയാം, ഡൽഹിയിൽ അധികാരത്തിൽ കയറിയതിനു ശേഷം ആം ആദ്മി പാർട്ടി ചെയ്ത കാര്യം 200 യൂണിറ്റ് വരെയുള്ള വൈദ്യുതി എല്ലാ കുടുംബങ്ങൾക്കും സൗജന്യമാക്കി നൽകുകയാണ്. അതുപോലെ ഇതെല്ലാം പൂർണ്ണമായും പ്രതിമാസം സൗജന്യമായി നൽകിക്കൊണ്ട് ആം ആദ്മി പാർട്ടി ക്ഷേമ കാര്യങ്ങൾക്ക് വേണ്ടി മുൻതൂക്കം നൽകി. അതുപോലെ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമായവർക്കും ചെറിയ തൊഴിലേർപ്പെടുത്തുന്നവർക്കും സൗജന്യ ബസ് യാത്രയും ഏർപ്പെടുത്തി. അതുപോലെ ഉന്നത നിലവാരത്തിലുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങള് അവിടെ കുട്ടികൾക്കും സൗജന്യമാക്കി. ഉന്നത നിലവാരത്തിൽ ഉള്ള വിദ്യാഭ്യാസ സൗകര്യം എന്നോർക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇവിടെ ബ്രില്യന്റ് പോലെയുള്ള സ്ഥാപനങ്ങളില് വർഷങ്ങളോളം അധ്വാനിച്ച് കുട്ടികള് വളരെ തുകയും ചെലവഴിച്ചുകൊണ്ട് മാത്രമാണ് മെഡിക്കൽ രംഗത്തേക്കും അതുപോലെ എഞ്ചിനീയറിംഗ് രംഗത്തേക്കും ഒക്കെ പ്രവേശനം നേടുന്നത്. എന്നാൽ ഡൽഹിയിലെ സ്കൂളുകളിലെ +2 വിദ്യാഭ്യാസം കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റ് യാതൊരു ചെലവും കൂടാതെ തന്നെ ഈ രംഗത്തേക്ക് കടന്നു വരത്തക്ക സാഹചര്യം സൃഷ്ടിച്ചിട്ടുള്ള വിദ്യാഭ്യാസമാണ് അവിടെ ഏർപ്പെടുത്തിയത്. ഈ അടുത്ത കാലത്ത് നടന്ന ഡോക്ടർമാർക്ക് ഇതിനുവേണ്ടി മെഡിസിന് വേണ്ടിയുള്ള അഡ്മിഷൻ 1400ഓളം കുട്ടികൾക്ക് അവിടുന്ന് അംഗീകാരം കിട്ടി എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ വിദ്യാഭ്യാസ നിലവാരത്തെ പറ്റി നമുക്കറിയാം. അതുപോലെ ആരോഗ്യ രംഗത്ത്
ജനിച്ചു വീഴുന്ന കുട്ടി മുതല് മുതുമുത്തച്ഛന്മാർ വരെയുള്ളവർക്ക് പൂർണ്ണമായും സൗജന്യമായി ചികിത്സ നൽകുകയും എല്ലാവിധ പരിശോധനകളും പൂർണ്ണമായി അവിടെ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇവിടെ മെഡിക്കൽ കോളേജിൽ പോലും ചികിത്സകൾ ചെയ്യണമെങ്കിൽ രൂപ ചെലവഴിക്കേണ്ടതായ സാഹചര്യമാണുള്ളത്. അതുപോലെ പരിശോധനകൾക്ക് പുറത്തേക്ക് കുറിച്ചുകൊടുക്കുമ്പോൾ അവിടെയും വൻതുകകൾ ഈടാക്കപ്പെടുന്നു. എന്നാൽ ഡൽഹി പോലെയുള്ള സംസ്ഥാനത്ത് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നതിന് ശേഷം ആ സംവിധാനത്തിന് മാറ്റം വരുത്തി ജനിച്ചു വീഴുന്ന കുട്ടി മുതല് മരിക്കാൻ കാത്തിരിക്കുന്ന മുതുമുത്തച്ഛന്മാർ വരെ തികച്ചും സൗജന്യമായി മികച്ച രീതിയിലുള്ള ചികിത്സാ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇത്രയുമെല്ലാം ആനുകൂല്യങ്ങള് ഡൽഹി സംസ്ഥാനത്ത് കൊടുക്കുമ്പോൾ ആ സംസ്ഥാനം ദാരിദ്ര്യത്തിലേക്ക് മാറിയെന്ന് നിങ്ങൾ ധരിക്കുമായിരിക്കാം. എന്നാൽ നിങ്ങളൊന്ന് ഓർക്കണം, ഇന്ത്യയിലെ ഏക മിച്ച സംസ്ഥാനമായി മാറിയത് ഡൽഹിയാണ്. ഡൽഹിയില് കോൺഗ്രസും BJPയും മാറി മാറി ഭരിച്ചതിന് ശേഷം അധികാരത്തിൽ വന്ന ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ഏതാണ്ട് 40,000 കോടിയോളം രൂപ കടബാധ്യതയായിട്ടുള്ള ഒരു സംസ്ഥാനമായിരുന്നു ഡൽഹി. എന്നാൽ ഏതാണ്ട് 8 വർഷങ്ങൾ കൊണ്ടുള്ള ആം ആദ്മി ഭരണത്തില് 70,000 കോടിയോളം രൂപ ഉള്ള മിച്ച സംസ്ഥാനമായി മാറ്റുവാൻ ആം ആദ്മി പാർട്ടിക്ക് സർക്കാരിന് കഴിഞ്ഞു. ഇത് എങ്ങനെ സാധിച്ചു എന്ന് നിങ്ങൾ ഓർക്കണം. സാധാരണക്കാരുടെ കൈകളിലേക്ക് ഏതാണ്ട് പ്രതിമാസം അവരുടെ വരുമാനത്തില് 25,000 രൂപയോളം ശോഷണം ഉണ്ടാകാതെ അവർക്ക് സംരക്ഷിക്കപ്പെടുവാൻ സാധിച്ച ഒരു സാഹചര്യത്തില്, അതായത് വൈദ്യുതി ഫ്രീയാക്കിയും യാത്ര ഫ്രീയാക്കിയും വെള്ളം ഫ്രീയാക്കിയും ചികിത്സ ഫ്രീയാക്കിയും വിദ്യാഭ്യാസം ഫ്രീയാക്കിയും ഓരോ കുടുംബത്തിനും പ്രതിമാസം 25,000 രൂപയോളം നേട്ടങ്ങൾ കൊയ്യുവാൻ ആം ആദ്മി പാർട്ടിയുടെ കീഴിലുള്ള പഞ്ചാബിലും അതുപോലെ ഡൽഹിയിലും ആവുന്നുണ്ട്. അങ്ങനെ മിച്ചം വന്ന തുക പൊതുരംഗത്തേക്ക് ചെറിയ കച്ചവട സ്ഥാപനങ്ങളിലേക്കും അതുപോലെ ഉള്ള ചെറിയ ചെറിയ പരിപാടികൾക്ക് തുണി വാങ്ങാനും അതുപോലെ ഭക്ഷ്യ സാധനങ്ങൾ വാങ്ങാനും അതൊക്കെ വിനിയോഗിക്കപ്പെട്ടപ്പോഴും പുറത്തേക്ക് ആളുകൾ ഇറങ്ങിയപ്പോഴോ ഓട്ടോറിക്ഷകൾക്കും അതുപോലെയുള്ള ടാക്സിക്കാർക്കും എല്ലാം വരുമാനത്തിനുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിച്ചു. അങ്ങനെ തുക സർക്കുലേറ്റ് ചെയ്യപ്പെട്ടപ്പോഴ് അതിൽ നിന്ന് കിട്ടിയ GST വരുമാനം കൊണ്ട് തന്നെ ഡൽഹി സംസ്ഥാനത്തിന് ലാഭകരമായ മാറ്റാൻ സാധിച്ചു. എന്നാൽ ആം ആദ്മിയുടെ കേജ്രിവാൾ സർക്കാർ ഡൽഹിയിൽ അധികാരത്തിൽ വന്ന അതേ അവസരത്തില് അതിന് മുമ്പത്തെ 49 ദിവസത്തെ കേജ്രിവാളിന്റെ ഭരണത്തെ പറ്റി ഞാൻ പിന്നീട് പറയാം. കേജ്രിവാള് തുടർച്ചയായ 2 വർഷം അധികാരത്തിൽ വന്നിരിക്കുന്ന തുടർച്ചയായ 2 ടേം അധികാരത്തിൽ വന്ന സമയത്ത് തന്നെയാണ് കേരളത്തിൽ ശ്രീമാൻ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നത്. ഈ സർക്കാർ ഇവിടെ അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ അതിനു മുമ്പുള്ള 10-35 വർഷത്തെ UDFന്റെയും LDFന്റെയും ഭരണ വൈകല്യത്തിന്റെ ഫലമായി ഏതാണ്ട് 1.5 ലക്ഷം കോടിയോളം കടബാധ്യതയായിരുന്നു കേരള സംസ്ഥാനത്തുണ്ടായിരുന്നത്. ആ കടബാധ്യതയിൽ ഒരു തുക പോലും തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ഇന്ന് കേരള സംസ്ഥാനം 4 ലക്ഷം കോടിയിലേറെ കടബാധ്യതയിലേക്ക് മാറ്റപ്പെട്ടു എന്ന് കാണുമ്പോഴാണ് കേരള സംസ്ഥാനത്തിലെ ഈ ദുർഭരണത്തെ പറ്റി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ കണ്ണിന് നികുതി, കാലിന് നികുതി, അങ്ങനെ കാണുന്ന എല്ലാത്തിനും നികുതി ഏർപ്പെടുത്തിക്കൊണ്ട് ഈ സംസ്ഥാനത്തെ ജനങ്ങളെ ദുരിതത്തിലാക്കിക്കൊണ്ട് തന്നെ ഇവിടെ നിത്യോപയോഗ സാധനങ്ങൾക്ക് വൻ വിലവർദ്ധനം ഉണ്ടായപ്പോൾ പോലും അതിനെ നിയന്ത്രിക്കാനുള്ള യാതൊരു സംവിധാനവും ഏർപ്പെടുത്താതെ ഇനി എവിടെയാണ് പുതിയതായ നികുതി ഏർപ്പെടുത്താവുന്നതെന്ന് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സംവിധാനം. ഇവിടെ ഓരോ പദ്ധതികളും തയ്യാറാക്കുമ്പോൾ അതിന് കൺസൾട്ടൻസി ഇനത്തിൽ തന്നെ ഏതാണ്ട് 10% തുക അവര് യാതൊരു പ്രയോജനവുമില്ലാതെ നീക്കപ്പെടുന്ന കാഴ്ചയാണ്. നമ്മുടെ ഉദ്യോഗസ്ഥന്മാര് കഴിവിറ്റരായ ഉദ്യോഗസ്ഥന്മാര് നമ്മുടെ ഭരണരംഗത്ത് നമ്മളെ സേവിക്കാനായി വൻതുകകൾ ശമ്പളം പറ്റിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു കൺസൾട്ടൻസിയുടെ പോലും ഇല്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് തന്നെ പദ്ധതികൾ തയ്യാറാക്കാമെന്നിരിക്കെ ഇവരുടെ ശിങ്കിടികൾക്ക് കൺസൾട്ടൻസി ചുമതലകൾ ഏർപ്പെടുത്തി കൊടുക്കുകയും അതുപോലെ പദ്ധതികൾ നടത്തിപ്പിന് ഊരാളുങ്ങൾ പോലെയുള്ള ഇവരുടെ പാർട്ടി സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ യാതൊരു ടെൻഡറും ഏർപ്പെടുത്താതെ തന്നെ നടത്തിക്കൊണ്ട് വൻതുകകൾ പൊതുഫണ്ടിൽ നിന്ന് കഷ്ടപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് നാം കാണുന്നത്. അങ്ങനെയാണ് കേരള സംസ്ഥാനം ഈ പറഞ്ഞ 4 ലക്ഷം കോടി രൂപയിലേക്ക് കടന്നുപോയത് എന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഡൽഹി സർക്കാരിനെ മാതൃകയാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടതായ ഒരു സാഹചര്യം ഇനി ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിന് എന്തെങ്കിലും വികസന സാധ്യതയുള്ളൂ.
നമുക്കറിയാം കേരള സംസ്ഥാനത്ത് എല്ലാ രംഗങ്ങളിലും കുട്ടികൾക്ക് തൊഴിൽ സാധ്യതകളില്ല, പുതിയ സംരംഭങ്ങൾ തുടങ്ങാനാവുന്നില്ല. നാട് നീളെ എത്രയോ കടകളാണ് അടഞ്ഞു പൂട്ടി കിടക്കുന്നത്. ഇവിടെയെല്ലാം കുട്ടികൾ പുതിയ തലമുറയൊക്കെ ഇവരെ പുറത്തിറങ്ങി കഴിഞ്ഞാല് അവർക്ക് വരുന്ന പണനഷ്ടത്തെ ഓർത്തുകൊണ്ട് തന്നെ ഓൺലൈനിലായാലും അതുപോലെ ഹോട്ടലുകളിൽ നിന്നുള്ള ഭക്ഷണങ്ങൾ വീട്ടിൽ വരുത്തിയും അതൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ്. ഇതിനൊക്കെ ഒരു മാറ്റം വരണം. നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് വിദേശത്തേക്ക് കടന്നു പോകുന്ന കുട്ടികളെ നാട്ടിൽ തന്നെ നിലനിർത്താനുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാവണം. നമുക്കറിയാം ഇവിടെ കഴിഞ്ഞ കാലം ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് വരെ നമ്മുടെ ഗൾഫ് കൺട്രീസിലേക്കായിരുന്നു നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ പോയിക്കൊണ്ടിരുന്നത്. ഗൾഫ് കൺട്രീസില് സ്ഥിരതാമസത്തിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ശേഖരിക്കപ്പെടുന്ന ഫണ്ടുകള് നാട്ടിൽ വിനിയോഗിക്കപ്പെടുന്നതുകൊണ്ട് ഇവിടെ വൻ രീതിയിലുള്ള ഒരു വികസനം നാട്ടിൽ നടന്നു വന്നിരുന്നു. എന്നാൽ ആ കാലം പോയി. ഇന്ന് യൂറോപ്യൻ കൺട്രീസുകളിലേക്കും അതുപോലെ കാനഡ, ഓസ്ട്രേലിയ, അമേരിക്ക തുടങ്ങിയ ലണ്ടൻ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കും എല്ലാം ആളുകൾ കുടിയേറി പോകുമ്പോൾ വൻ തുകകളാണ് കേരളത്തിൽ വരുമാന നഷ്ടമുണ്ടാകുന്നത്. അവിടെ പഠന ആവശ്യങ്ങൾക്ക് വേണ്ടി തന്നെ 10-35 ലക്ഷം രൂപ കേരളത്തിൽ വിനിയോഗിക്കപ്പെടേണ്ട ആ കുടുംബം കേരളത്തിൽ വിനിയോഗിക്കപ്പെടേണ്ടിയിരുന്ന ആ കാശുകള് അവർ 10-35 ലക്ഷം രൂപ വിദേശത്തേക്ക് കടന്നു പോവുകയാണ്. അതിനുശേഷം പഠനത്തിന് ശേഷം ഇവിടെ നിന്നുള്ള എല്ലാ സംവിധാനങ്ങളും അവരുടെ എത്തിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഇവിടെ നാട്ടിൽ പുരോഗതിയും ഉണ്ടാകുന്നില്ല. എന്നാൽ ഇവിടെ സംരംഭങ്ങള് തുടങ്ങാനുള്ള അവസരങ്ങൾ നൽകുകയും ഇവിടെ പുതിയ പുതിയ വ്യവസായ സംരംഭങ്ങളും അതുപോലെ കുട്ടികൾക്ക് പണി ചെയ്യാനുള്ള സാഹചര്യങ്ങളും സൃഷ്ടിക്കപ്പെടുകയും ചെയ്താല് ഈ കുട്ടികളൊക്കെ ഈ നാട്ടിലിരുന്ന് സേവനം ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ശമ്പളം ഇവിടെ വിനിയോഗിക്കപ്പെടുമ്പോൾ ഈ നാടിന്റെ പുരോഗതി ഉണ്ടാവും. അങ്ങനെ സംസ്ഥാനത്തിന് വളർച്ച ഉണ്ടാവും. അതിനൊന്നും ശ്രദ്ധ കൊടുക്കാതെ എങ്ങനെയും ഇവിടെ നിന്ന് ആളുകളെ ആട്ടിപ്പായിക്കുന്ന നയമാണ് ഇവിടെ ഇടതുപക്ഷവും വലതുപക്ഷവും എല്ലാം കഴിഞ്ഞ കുറെ കാലങ്ങളായി ചെയ്തു വരുന്നത്. ഇവിടെ ഉദ്യോഗസ്ഥ പ്രീണനത്തിനും അതുപോലെ ഉദ്യോഗസ്ഥ രാഷ്ട്രീയ കോൺട്രാക്ടർ അച്ചുതണ്ടുകള് ഇവിടത്തെ പൊതുഫണ്ടുകൾ മുഴുവൻ ദുർവ്യയം ചെയ്യാൻ മുന്നിൽ നിൽക്കുകയാണ്. ആ സാഹചര്യങ്ങളിലെല്ലാം ഒരു മാറ്റം വരണമെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വരേണ്ടിയിരിക്കുന്നു. അതിനായി നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ ഇന്നിവിടെ ചേരുന്ന ഈ യോഗത്തെ സംബന്ധിച്ച് 1-2 കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഞാൻ ഈ പ്രസംഗിക്കുന്നതിന്റെ ഇടതുപക്ഷത്തായിട്ട് ഒരു തൂക്കുപാലം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുമായിരിക്കും. അതിന് കൊടുത്തിരിക്കുന്ന പേരാണ് ലണ്ടൻ ബ്രിഡ്ജ്. ലണ്ടൻ ബ്രിഡ്ജിനായി സംസ്ഥാന ഖജനാവിൽ നിന്ന് 5 കോടിയോളം രൂപയാണ് ചെലവഴിക്കപ്പെട്ടത്. 5 കോടി രൂപയുടെ ഒരു 4-1 ചെലവഴിച്ചിരുന്നെങ്കിൽ ഈ പറയുന്ന എന്റെ വലതുവശത്ത് കാണുന്ന ഈ ബസ് സ്റ്റാൻഡിന്റെ ശോച്യാവസ്ഥ പരിഹരിക്കപ്പെടാമായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത് പദ്ധതികളിൽ നിന്ന് ഫണ്ട് തട്ടിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തിൽ മാത്രം രൂപീകരിച്ച ലണ്ടൻ ബ്രിഡ്ജിലേക്ക് ഒരു കുട്ടി പോലും ആ പാലത്തിലൂടെ കടന്നു പോകുന്ന കാഴ്ച കാണുന്നില്ല. അത്രയും ആർക്കും പ്രയോജനമില്ലാതെ ആർക്കും വേണ്ടാത്ത ഒരു സ്ഥാപനത്തിന് വേണ്ടി KM മാണിയുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി മാത്രമായിട്ടുണ്ടാക്കിയ ആ പ്രസ്ഥാനത്തിന് പകരം നമ്മുടെ ഈ വെയിറ്റിംഗ് ഷെഡിന്റെ ഫ്രണ്ടില് ഒരു KM മാണി മെമ്മോറിയൽ എന്നോ ഇല്ല ജോസ് കെ മാണി മെമ്മോറിയൽ അല്ല ജോസ് കെ മാണിയുടെ പേരിലോ ഈ സ്ഥാപനത്തിന് ഫ്രണ്ടിലൊരു ബോർഡ് പ്രത്യക്ഷപ്പെട്ടാല് ഒരുപക്ഷെ ഈ ബസ് സ്റ്റാൻഡും അതുപോലെ ബസ് സ്റ്റാൻഡിന്റെ അകത്തെ യാത്രാ സൗകര്യങ്ങളും എല്ലാം വർദ്ധിപ്പിക്കാൻ ഇടയായേക്കുമായിരിക്കും. അവർക്കെല്ലാം അവരുടെ പേര് വർദ്ധിപ്പിക്കാനുള്ള കാര്യങ്ങളിൽ മാത്രം മതി. നമുക്കറിയാം ഇന്ന് നാടിന്റെ ഓരോ മുക്കിലും മൂലയിലും ഓരോ വെയിറ്റിംഗ് ഷെഡുകള് അതുപോലെ മറ്റേ എന്നാ ലൈറ്റ് ഹൈമാസ്ക് ലൈറ്റുകൾ ഒക്കെ സ്ഥാപിക്കുന്നതിന് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ആവേശത്തിൽ നടക്കുകയാണ്. എന്താണ് കാര്യം? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കേവലം 50,000 രൂപയിൽ മാത്രം തീർക്കാവാനിരുന്ന ഒരു ഹൈമാസ്റ്റ് ലൈറ്റ് 2.5 ലക്ഷം മുതൽ 4 ലക്ഷം രൂപ വരെ ചെലവഴിച്ചുകൊണ്ടാണ് പ്രസ്താവിക്കുന്നത്. അതിന്റെ 4-1 പോലും അവിടെ ചെലവഴിക്കപ്പെടാതെ ബാക്കിയെല്ലാം ആ കോൺട്രാക്ടർ മുഖേന ഈ രാഷ്ട്രീയ പാർട്ടികളുടെ അതുപോലെ ഈ മെമ്പർമാരുടെ എല്ലാം പോക്കറ്റിലെത്തുന്ന കാഴ്ചയാണുള്ളത്. ഇത് പൊതുഫണ്ട് ദുർവിനിയോഗം ചെയ്യുന്നു. അതുപോലെ വെയിറ്റിംഗ് ഷെഡുകൾ നിങ്ങൾ കണ്ടില്ലേ? നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലെ വെയിറ്റിംഗ് ഷെഡുകൾ 50,000 രൂപ വരെ പോലും ആവശ്യമില്ലാത്ത നവീന രീതിയിൽ തന്നെ ചെയ്യാമെന്നിരിക്കെ അതിനൊക്കെ 2-4 ലക്ഷം രൂപയാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത്. ഇങ്ങനെ വൻപിച്ച തോതിലുള്ള എസ്റ്റിമേറ്റ് തയ്യാറാക്കിക്കൊണ്ട് അവരുടെ പാർശ്വവർത്തികൾക്ക് കോൺട്രാക്ട് കൊടുത്തുകൊണ്ട് നടത്തുന്ന
ഈ വെട്ടിപ്പുകൾ അവസാനിപ്പിക്കാൻ ഇത്രയും കടബാധ്യതയില് കേരള സംസ്ഥാനം മുഴുകിയിട്ട് പോലും അതിന് തയ്യാറാകാത്ത ഇടതുപക്ഷ സർക്കാരിനെതിരെയും അതുപോലെ അതേ രീതി തന്നെ തുടർന്നു വരുന്ന UDF-നെതിരെയും ജനരോഷം ആളിക്കത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇവർ എല്ലാവരും ഓർക്കും, ആം ആദ്മി പോലെയുള്ള നവീന പ്രസ്ഥാനങ്ങൾ വരുമ്പോൾ UDF അധികാരത്തിൽ വരുന്ന സാഹചര്യം നഷ്ടപ്പെടില്ല എന്ന്. UDF അധികാരത്തിൽ വന്നിട്ട് എന്ത് കേമം? കഴിഞ്ഞ 40-45 വർഷമായി ഇവിടെ UDF-ഉം LDF-ഉം അല്ലേ മാറി വരച്ചിരുന്നത്. ഈ സംസ്ഥാനത്തിന് എന്തെങ്കിലും പുരോഗതി ഉണ്ടായിട്ടുണ്ടോ? ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വൻ ശമ്പളങ്ങൾ വർദ്ധിച്ചു കൊടുത്തുകൊണ്ട് അവരെ വെറുതെ കാഴ്ച വസ്തുക്കളായി മാറ്റുന്ന കാഴ്ചയല്ലേ നാം ഇടതുപക്ഷം ഭരിക്കപ്പോഴും വലതുപക്ഷം ഭരിക്കപ്പോഴും കണ്ടിരുന്നത്. ഇതിനൊരു മാറ്റം വന്നേ തീരൂ. അതിന് നിങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ പിന്നിലേക്ക് തന്നെ അണിനിരക്കണം. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ കേവലം 12 വർഷങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ ജനങ്ങളുടെ മനസ്സില് സ്ഥിരപ്രതിഷ്ഠ നേടിയ ആം ആദ്മി പാർട്ടിക്ക് കേരളത്തിലെ ജനങ്ങളുടെയും മനസ്സിലേക്ക് കടന്നു വരുവാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല. നിങ്ങൾ ഓർക്കും, ഇവിടെ UDF-നോ അല്ലെങ്കിൽ LDF-നോ അല്ലാതെ വേറൊരു പ്രസ്ഥാനത്തിന് സാധ്യതയുണ്ടോ എന്നുള്ളത്. പഞ്ചാബിൽ എന്തായിരുന്നു സംഭവിച്ചത്? ശിരോമണി അകാലിദളിന്റെയും BJP-യുടെയും അതുപോലെ കോൺഗ്രസിന്റെയും ഗവൺമെന്റുകളല്ലേ കഴിഞ്ഞ 10-30 വർഷമായി അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അവിടെ അവരെല്ലാം തൂത്തെറിഞ്ഞുകൊണ്ട് അവിടെ വൻ ഭൂരിപക്ഷത്തോടെ ആം ആദ്മി ഗവൺമെന്റ് അധികാരത്തിൽ വന്നു. അതുപോലെ ഡൽഹിയില് 70 സീറ്റില് 67 സീറ്റും നേടിയാണ് 2015 അധികാരത്തിൽ ആം ആദ്മി പാർട്ടി കടന്നു വന്നത്. 2020 70 64 സീറ്റും കിട്ടി. അതിനു മുമ്പ് അവിടെ ഭരിച്ചിരുന്നത് കോൺഗ്രസിന്റെ ആധിപത്യത്തിലും BJP-യുടെ ആധിപത്യത്തിലുമല്ലേ. അങ്ങനെ BJP-യുടെ കേന്ദ്രമായ കോൺഗ്രസിന്റെ കേന്ദ്രമായ ഡൽഹിയിലും പഞ്ചാബിലുമൊക്കെ അവയെ തൂത്തെറിഞ്ഞുകൊണ്ട് ആം ആദ്മിയുടെ പിന്നിലേക്ക് ജനങ്ങൾ കണിനിരക്കാനാവുമെങ്കിൽ ഇവിടെ UDF-ലും LDF-ലുമുള്ള ആളുകള് അതിൽ നിന്നൊരു മാറ്റം അനിവാര്യമാണെന്ന് കണ്ടുകൊണ്ട് ആം ആദ്മിയുടെ പിന്നിലേക്ക് കടന്നു വരണം. ഇവിടെ എന്തുകൊണ്ടാണ് ആളുകൾ അതിലേക്ക് ഓപ്പണായിട്ട് കടന്നു വരാൻ മടിക്കുന്നതെന്ന് നമുക്കറിയാം. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോ ഏതെങ്കിലും ഒരു 2-3 പേര് ചേരുന്ന ഒരു പ്രസ്ഥാനം രൂപപ്പെട്ടുവെങ്കിൽ അതിന്റെ പേരിൽ കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയോ ഒരു സംഘടന ഉണ്ടാക്കി അവരെ ചുമന്ന് നടക്കുകയാണ്. നമുക്കറിയാം ഹരിതകർമ്മസേനയുടെ കാര്യം. ഹരിതകർമ്മസേന ഒരു പഞ്ചായത്തിന്റെ ഒരു വാർഡിൽ ഒരാള്, അതായത് ഒരു പഞ്ചായത്തിൽ 12, 13, 15 പേര് മാത്രമുള്ള ഹരിതകർമ്മസേനയും ഇന്നൊരു സംഘടനയുടെ പിൻബലത്തിൽ കഴിയുകയാണ്. ആ നാട്ടിലെ 300-ലേറെ വരുന്ന പഞ്ചായത്ത് വാർഡുകളിലെ ജനങ്ങളെ കഷ്ടത്തിലാക്കിക്കൊണ്ട് 50 രൂപ വീതം പ്രതിമാസം പ്ലാസ്റ്റിക് ശേഖരണത്തിനും മാലിന്യ ശേഖരണത്തിനുമായി നിർബന്ധിതമായ പിരിവ് നടത്തിക്കൊണ്ട് ആ വാർഡിലെ ഒരു വ്യക്തിയെ, ഒരു ഹരിതകർമ്മസേനയെ സംരക്ഷിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇവർ നടത്തുന്നത്. ഈ ഹരിതകർമ്മസേനാംഗത്തിന് പ്രതിമാസം ഏതാണ്ട് 5 ദിവസം പോലും ആ വാർഡിലെ മാലിന്യ ശേഖരണത്തിനായി മെനക്കെടേണ്ടതില്ല എന്നിരിക്കെ കേവലം 1000 രൂപ വെച്ച് പ്രതിദിനം കൊടുത്താൽ പോലും 5000 രൂപയിൽ ഒതുങ്ങുന്ന ഒരു പ്രസ്ഥാനത്തിന് സംസ്ഥാന സർക്കാരിനോ അല്ലെങ്കിൽ പഞ്ചായത്തിനോ അത് കണ്ടെത്താന് ഈ മാലിന്യ ശേഖരണത്തിലൂടെ തന്നെ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇന്ന് നമ്മുടെ വീടുകളിൽ വന്ന് പ്ലാസ്റ്റിക്കുകൾ ആക്രികളും ശേഖരിക്കുന്ന വ്യക്തികള് ഏതാണ്ട് 100-200 രൂപ പ്രതിമാസം ആ വീട്ടിലേക്ക് ആക്രി സാധനങ്ങൾക്ക് നൽകുമ്പോൾ യാതൊരു കാശും മേടിക്കാതെ നമ്മുടെ നിന്ന് ശേഖരിച്ചുകൊണ്ട് പോകുന്ന ആക്രി സാധനങ്ങള്, പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ആക്രി സാധനങ്ങള്, അതും നനച്ച് വൃത്തിയാക്കി തേച്ച് മിനുക്കി കൊടുക്കുന്ന പ്ലാസ്റ്റിക്കുകൾ മാത്രം ശേഖരിക്കുന്നവരൊക്കെ വേണ്ടി നമ്മൾ 50 രൂപ കൊടുക്കണം. ആ 50 രൂപ വീണ്ടും വർദ്ധിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നു. ഇങ്ങനെ സംഘടനകള്, ചെറിയ ചെറിയ സംഘടനകൾ ഉണ്ടാക്കി, കുടുംബശ്രീയിൽ സംഘടന, തൊഴിലുറപ്പ് മേഖലയിൽ സംഘടന, തയ്യൽ മേഖലയിൽ സംഘടന, ഇങ്ങനെ എല്ലാ മേഖലകളിലും സംഘടനകൾ ഉണ്ടാക്കി അവരുടെ പിടിയിൽ നിർത്തിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ സാധാരണ ജനങ്ങൾക്ക് ഈ ഗവൺമെന്റിൽ നിന്ന് വൻ ബുദ്ധിമുട്ടുകൾ നേരിടുമ്പോൾ പോലും അതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. എന്നാല് നമുക്ക് അറിയാം, തെരഞ്ഞെടുപ്പ് വേളകളിൽ വളരെ രഹസ്യമായി ചെയ്യുന്ന വോട്ട് ആം ആദ്മി പാർട്ടിയുടെ പേരിലേക്ക് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വലിയ സംവിധാനങ്ങള് ഈ നാട്ടിൽ രൂപപ്പെടും. നിങ്ങളുടെ കുട്ടികൾ ഈ നാട്ടിൽ തന്നെ കഴിയും. നമുക്കറിയാം, ഇന്ന് നമ്മുടെ പരിസര പ്രദേശത്തുള്ള വീടുകൾ സന്ദർശിച്ചു കഴിഞ്ഞാല് ഏതാണ്ട് 60 വയസ്സിന് മുകളിലുള്ള കിളവന്മാരുടെയും കിളവികളുടെയുമായ ആവാസ സ്ഥലമായി മാത്രം മാറിയിരിക്കുകയാണ്. അവിടെയൊന്നും ഒരു ചെറുപ്പക്കാരായ ആളുകളെ അവരുടെ സംരക്ഷണത്തിന്, അവരെ ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിന്, എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ അത് നേരിടുന്നതിന് കുറുവാ സംഘങ്ങളെ പേടിച്ചു കഴിയുന്ന അവരെ സംരക്ഷിക്കാൻ യാതൊരു സംവിധാനവും ഇല്ലാതിരിക്കെ ആ കുട്ടികളെ നാട്ടിൽ തന്നെ നിലനിർത്തിക്കൊണ്ടു പോകുവാന് ഉള്ള അവസരം സൃഷ്ടിക്കുന്നതിന് ആം ആദ്മി പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ വരണം. നിങ്ങൾ ഒന്നുകൂടെ ഒരു കാര്യം കൂടെ ഞാൻ ശ്രദ്ധയപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ആം ആദ്മി പാർട്ടി ഡൽഹിയിൽ അധികാരത്തിൽ വന്നതെന്ന് നിങ്ങൾ ഓർക്കണം.
അഴിമതിക്കെതിരായ പോരാട്ടത്തിലൂടെ രൂപപ്പെട്ട ആം ആദ്മി പാർട്ടി അഴിമതിക്കെതിരായിട്ട് ലോക്പാൽ ബില്ല് സംസ്ഥാനങ്ങളിലും അതുപോലെ കേന്ദ്ര സർക്കാരിൽ ഏർപ്പെടുത്തണമെന്ന ആവശ്യവുമായി നടത്തിയ വൻ സമരം ഡൽഹിയിലെയും ഇന്ത്യയിലെ എങ്ങാളം ഇങ്ങോളമുള്ള ജനശ്രദ്ധ ആകർഷിച്ചിരുന്നു. എന്നാൽ അതിന്റെ കാര്യങ്ങളുമായി രാഷ്ട്രീയ എതിരാളികളെ സമീപിച്ചപ്പോഴോ നിങ്ങൾ അധികാരം പിടിച്ചെടുത്ത് രംഗത്തേക്ക് വാ, എന്നിട്ട് നിങ്ങൾ തീരുമാനിക്കുന്ന ഒരു വെല്ലുവിളിയാണ് അന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ഡൽഹി സർക്കാർ ചെയ്തത്. അതിനാൽ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചിട്ട് തന്നെ ഉള്ളൂ മാർഗം കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് ബോധ്യം വന്നപ്പോഴാണ് കേജ്രിവാള് ആം ആദ്മി പാർട്ടി എന്ന പ്രസ്ഥാനം രൂപീകരിച്ചത്. ആം ആദ്മി പാർട്ടിയുടെ പേരിൽ അഴിമതിക്കെതിരായ പോരാട്ടത്തിലൂടെ പോയ കേജ്രിവാള് 2013 നടന്ന ഡൽഹി തെരഞ്ഞെടുപ്പില് ഒറ്റയ്ക്ക് മത്സരിക്കുകയും 70 നിയമസഭാ സീറ്റുകളില് 26 സീറ്റുകൾ നേടുകയും ചെയ്തു. അവിടെ എന്നാൽ അതിനു മുമ്പ് അധികാരത്തിലിരുന്ന ആം ആദ്മി പാർട്ടിയെ പുച്ഛത്തോടെ കണ്ട കോൺഗ്രസിനായി കിട്ടിയതാകട്ടെ ഏതാണ്ട് 28 സീറ്റുകൾ, 32 സീറ്റുകൾ BJPക്കും അവിടെ ലഭിച്ചു. അപ്പോഴ് BJPക്കോ കോൺഗ്രസിനോ ആം ആദ്മി പാർട്ടിക്കോ അവിടെ അധികാരത്തിൽ കയറാനാവില്ല എന്നത്തെ സാഹചര്യം വന്നു. അപ്പോഴ് കോൺഗ്രസ് പാർട്ടി പറഞ്ഞു BJP അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടി ആം ആദ്മി പാർട്ടിയെ ഞങ്ങൾ നിരുപാധികം പിന്തുണയ്ക്കാമെന്ന്. ആം ആദ്മി പാർട്ടി പറഞ്ഞു യാതൊരു വ്യവസ്ഥയ്ക്കും നിങ്ങൾ നിൽക്കുന്ന യാതൊരു വ്യവസ്ഥയ്ക്കും അംഗീകാരം തരാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങളുടേതായ നിലപാടില് ഞങ്ങൾ ഭരണം നടത്തും. നിങ്ങൾ പിന്തുണയ്ക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഞങ്ങൾ അധികാരത്തിലേക്ക് വരികയുള്ളൂ. അപ്പോൾ നിരുപാധികമായ പിന്തുണ വാഗ്ദാനം ചെയ്ത് കോൺഗ്രസ് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നു. 45 ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആം ആദ്മി പാർട്ടി ആദർശം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ലോക്പാലിനെ നിയമിക്കുന്നതിനുള്ള നടപടികളുമായി കേജ്രിവാളിന്റെ നേതൃത്വത്തില് മുന്നോട്ട് പോയി. ഉടനെ കോൺഗ്രസ് വിലങ്ങ് തടിയിട്ടു. ആം ആദ്മിക്ക് നൽകിയെന്ന പിന്തുണ അവർ പിൻവലിക്കുകയാണെന്ന് അറിയിച്ചു. നമുക്കറിയാം ഏതൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും കേരളത്തിലാണേലും ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഏതൊരു രാഷ്ട്രീയ പാർട്ടികളും അധികാരം കൈക്കിട്ടുന്നതിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകും. അങ്ങനെ ഡൽഹിയുടെ ഭരണം കയ്യിലുണ്ടായിരുന്ന ആം ആദ്മി പാർട്ടി ലോക്പാലിൽ അഴിമതി തടയാൻ വേണ്ടി വേണ്ട ലോക്പാലിനെ നിയമിക്കുന്ന ആ തീരുമാനത്തിൽ നിന്ന് പിന്നോക്കം പോയാൽ ആം ആദ്മി പാർട്ടിക്ക് അവിടെ തുടരാനാവുമായിരുന്നു. പക്ഷെ കേജ്രിവാൾ തീരുമാനിച്ചു ആദർശം ബലി അർപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ തുടരേണ്ടതില്ല എന്ന്. ആം ആദ്മി പാർട്ടി 49 ദിവസം കഴിഞ്ഞപ്പോൾ അധികാരം വലിച്ചെറിഞ്ഞ് പുറത്തേക്ക് വന്നു. അതിനുശേഷം എന്താണ് ഉണ്ടായത്? ഡൽഹി സർക്കാർ 1.5 വർഷത്തോളം ഡൽഹി ലഫ്റ്റനന്റ് ഗവർണറുടെ നേതൃത്വത്തിൽ അവിടെ ഭരണം തുടർന്നു. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പില് 70 നിയമസഭാ മണ്ഡലങ്ങളില് ആം ആദ്മി പാർട്ടി 67 സീറ്റ് ഒറ്റയ്ക്ക് വിജയം വരിച്ചു. എന്തുകൊണ്ടാണ് ജനങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ പിന്നിൽ ഇത്രയും ശക്തമായി അണിനിരുന്നതെന്ന കാര്യം നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുകയാണ്. ആം ആദ്മി പാർട്ടി പ്രകടന പത്രികയിൽ ചൂണ്ടിക്കാണിച്ച ഓരോ കാര്യങ്ങളും 40 ദിവസത്തിനുള്ളിൽ തന്നെ അതിന്റെ തുടക്കം കുറിക്കുവാന് ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞിരുന്നു. അതിന്റെ പേരിലാണ് 1.5 വർഷങ്ങൾക്ക് ശേഷം നടന്ന ഡൽഹി തെരഞ്ഞെടുപ്പില് 70 സീറ്റില് 67 സീറ്റിലും ആം ആദ്മി പാർട്ടിയെ വിജയിപ്പിക്കാൻ ഡൽഹിയിലേക്ക് ജനങ്ങൾ തയ്യാറായത്. അത്തരം ഒരു സാഹചര്യത്തില് അധികാരത്തിൽ കയറി ആം ആദ്മി പാർട്ടി വീണ്ടും വാഗ്ദാനങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടാണ് മുൻപ് പറഞ്ഞ ആ ജനക്ഷേമ രാഷ്ട്രീയം ജനങ്ങളുടെ മുമ്പിലേക്ക് കാഴ്ചവെച്ചത്. അതുകൊണ്ടാണ് 2020 അതല്ലാതെ കേരളത്തില് ഒരു കോവിഡിന്റെയോ അതുപോലെയുള്ള പ്രളയത്തിന്റെയോ ആനുകൂല്യത്തോടെ പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നതുപോലെ അല്ല ഡൽഹിയില് ജനക്ഷേമകരമായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ജനങ്ങൾ പിന്തുണച്ചത് കൊണ്ടാണ് ആം ആദ്മി പാർട്ടി അധികാരത്തിൽ വന്നത്. എന്നാൽ ഡൽഹി കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ആം ആദ്മി പാർട്ടിയെ തറയ്ക്കുവാന് അതിന്റെ നേതാക്കളെ തുറുങ്കിലടയ്ക്കാൻ വേണ്ടി ഹീനശ്രമങ്ങൾ നടത്തിയ വിവരം നിങ്ങൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. നമ്മുടെ ഡൽഹി മുഖ്യമന്ത്രിയായ കേജ്രിവാളിനെ ഏതാണ്ട് 1 വർഷത്തോളം ജയിലിൽ തന്നെ അടയ്ക്കുകയും അതുപോലെ തന്നെ സത്യേന്ദ്ര ജെയിൻ, മനീഷ് സിസോദിയ, സഞ്ജയ് സിംഗ് തുടങ്ങിയ ആം ആദ്മി പാർട്ടിയുടെ പ്രമുഖരായ നേതാക്കളെല്ലാം ഒരു മധ്യമേഖലയിൽ നടത്തിയ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് 2-3 വർഷമായി നടന്ന അന്വേഷണത്തിന്റെ ഭാഗമായി 2 കൊല്ലത്തോളമൊക്കെ അവരെല്ലാം അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കുകയാണ് ഉണ്ടായത്. PMLA ആക്ടില് ഒരു ജാമ്യം കിട്ടാനുള്ള വ്യവസ്ഥകൾ നിലവിലില്ലായിരുന്നു. അത് തെളിവ് ഹാജരാക്കിക്കൊണ്ട് അവരുടെ കേസ് വിസ്താരം നടത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അതിനൊന്നും തയ്യാറാതെ ഓരോരോ നിസ്സാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വളരെ നാളുകളേക്ക് വലിച്ചു നീക്കിയപ്പോഴാണ് സുപ്രീം കോടതി ഇടപെട്ട് അവർക്ക് മോചനം നൽകിയത്. എല്ലാവിധ സംവിധാനങ്ങളും ED,
CBI, എൻഫോഴ്സ്മെന്റ് ഇങ്ങനെ തുടങ്ങിയ എല്ലാവിധ അന്വേഷണങ്ങളും നടത്തിയിട്ടും ഒരു കാലണ പോലും ആം ആദ്മിയുടെ നേതാക്കളുടെ നിന്നും അഴിമതിപ്പണമായി കണ്ടെത്താനായില്ല. അത്രയും ശുദ്ധീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ് ആം ആദ്മി പാർട്ടി. ആ നിലപാട് തന്നെ തുടരുകയാണ്. ഉടനെ അടുത്ത വർഷം നടക്കുന്ന തെരഞ്ഞെടുപ്പില് ആം ആദ്മി പാർട്ടിയെ കൂട്ടുന്നതിന് വേണ്ടി സജീവമായ ശ്രമങ്ങൾ വീണ്ടും തുടരുകയാണ്. എങ്കിലും ജനങ്ങൾ കൂട്ടത്തിലുണ്ടാവുമെന്ന് നമുക്കറിയാം. നമുക്ക് കേരള സംസ്ഥാനത്തിലും അതുപോലെ ആം ആദ്മി പാർട്ടിയെ തന്നെ വീണ്ടും കൊണ്ടുവരേണ്ടത്. ഈ നമ്മുടെ ബസ് സ്റ്റാൻഡിന്റെ നവീകരണത്തിന് വേണ്ടി ഇന്ന് വിളിച്ചേരുന്ന ഈ ഒപ്പുശേഖരണ യജ്ഞത്തിന്റെ തുടക്കം കുറിക്കലിന് എല്ലാവിധ ആശംസകളും നേരുകയും, അതുപോലെ നമുക്കറിയാം ക്ഷേമ പെൻഷന് ഈ നാട്ടില് 1500 രൂപ പോലും ഉള്ളത് കൃത്യമായി നൽകാൻ നമ്മുടെ സർക്കാരിനാകുന്നില്ലാത്തപ്പോഴാണ് 2500ഓളം രൂപ ഡൽഹിയിൽ 60 വയസ്സ് കഴിഞ്ഞവർക്കെല്ലാം തുടർച്ചയായി കഴിഞ്ഞ 8 വർഷമായി നൽകി വരുന്നത്. അതുപോലെ മറ്റെല്ലാ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ പ്രതിമാസം 25,000 രൂപയുടെ വരുമാന ശോഷണത്തിൽ നിന്ന് ഓരോ കുടുംബങ്ങളെയും ഡൽഹിയിൽ സംരക്ഷിക്കാൻ ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞു. ആ സാഹചര്യം കേരളത്തിലും രൂപപ്പെടണമെങ്കിൽ ക്ഷേമ പെൻഷനൊക്കെ കൃത്യമായ തോതില് ജനങ്ങൾക്ക് ലഭിക്കേണ്ട സാഹചര്യം നിലവിലുണ്ട്. ക്ഷേമ പെൻഷന്റെ കാര്യം പറയുമ്പോഴാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാന ധനകാര്യമന്ത്രി പത്രസമ്മേളനം നടത്തി വിളിച്ചു പോയ ഒരു സത്യം. അതായത് കേരളത്തിലെ 1500-ലേറെ ഉദ്യോഗസ്ഥന്മാര് ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നുണ്ട് പോലും. നാണമില്ല ഈ മന്ത്രിക്ക് ഇവിടെ പറയാൻ. കഴിഞ്ഞ 8 വർഷമായി ഇവിടെ ഭരിക്കുന്നത് ആരാണ്? ഇടതുപക്ഷ സർക്കാർ തന്നെയാണ്. അതിന്റെ പ്രധാനപ്പെട്ട വകുപ്പ് വഹിക്കുന്ന ധനകാര്യമന്ത്രി ഈ ഒരു പ്രസ്താവനയല്ലായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത്. ഈ 1467 വരുന്ന ഉദ്യോഗസ്ഥന്മാരെ തുറുങ്കിലടച്ചതിന് ശേഷമായിരുന്നു പത്രസമ്മേളനം നടത്തേണ്ടത്. ഇവര് ഇങ്ങനെ ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയത് കണ്ടെത്തി അതിന് അന്വേഷണം നടത്തി അവരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുകയും അവർക്കെതിരായിട്ടുള്ള ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിന് കോടതിയെ സമീപിക്കുകയാണെന്നുള്ള പത്രസമ്മേളനം നടക്കുന്നതിന് പകരം ഇത് കേരളത്തിലെ ജനങ്ങളാണോ ചെയ്യേണ്ടത്? ഈ ഉദ്യോഗസ്ഥന്മാരെ കൈയിട്ട് വാരിയ പൈസ തിരിച്ചു വാങ്ങാൻ വേണ്ടി ജനങ്ങളാണ് ഇറങ്ങേണ്ടത്. അതിന് ഞങ്ങളുടെ സർക്കാർ അധികാരത്തിലിരിക്കുമ്പോൾ ഇതാ 1500ഓളം വരുന്ന ഉദ്യോഗസ്ഥര് ക്ഷേമ പെൻഷന് കൈപ്പറ്റി എന്ന് പറയുന്ന നാണമില്ല ഇതുപോലെ ഒരു മന്ത്രിക്ക് അധികാരത്തിൽ തുടരുവാൻ? ഇതിന് നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാർ എന്തുകൊണ്ടാണ് ജനങ്ങളെ ഇത്ര ഇടുപ്പിലാക്കുന്നത്? ഈയിടെ നമുക്കറിയാം വയനാട്ടിൽ നടന്ന ദുരന്തത്തിന് അവിടെ ഇരയായവർക്ക് സംവിധാനം ഏർപ്പെടുത്തുവാന് നാടിന്റെ എല്ലാ മുക്കിലും മൂലയിൽ നിന്നും സഹായ ജനങ്ങൾ എത്തിയെങ്കിൽ പോലും അത് വിതരണം ചെയ്യാനുള്ള സംവിധാനം അവിടെ ഏർപ്പെടുത്തിയിട്ടില്ല. ഇന്നും ആളുകൾ അവിടെ നരകിക്കുകയാണ്. അവർക്ക് ആ പ്രദേശത്തേക്ക് പോകാന്, ഇതര മേഖലകളിൽ നിന്ന് അവർക്ക് സഹായമായി അവിടേക്ക് എത്തുവാന് വഴിയിൽ മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് മറ്റ് പ്രദേശങ്ങളിൽ നിന്നുള്ളവരെ വയനാട്ടിലേക്ക് കടത്തിവിടാത്ത സംവിധാനം ഏർപ്പെടുത്തിക്കൊണ്ട് എന്നാൽ ഈ ദുരിതബാധിതർക്ക് വേണ്ട സൗകര്യങ്ങൾ ഏർപ്പെടുത്താതെ മുന്നോട്ട് പോകുന്ന കാഴ്ച ഈ രീതിയിൽ എല്ലാ മേഖലകളിലും ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. ഈ അവസരത്തില് KSEBയിലെ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ ആം ആദ്മി പാർട്ടി നടത്തിവരുന്ന പോരാട്ടം കൂടെ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം വൈദ്യുതി ബോർഡിന് അവരുടെ വരുമാനത്തെ ഒരു വില വർധനവോ വൈദ്യുതി ചാർജ് വർധനവോ അതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി തേടേണ്ടതുണ്ട്. അത് 95-ൽ വന്ന ഇലക്ട്രിസിറ്റി കേന്ദ്ര നിയമത്തിന്റെ ഭാഗമായിട്ട് രൂപീകരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമാണ്. നമ്മുടെ ഒരു മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന TK ജോസിന്റെ നേതൃത്വത്തില് 3-അംഗ ബെഞ്ചാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. ആ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന് മുമ്പാകെ വൈദ്യുതി ബോർഡ് അപേക്ഷ നൽകുകയും അതിന് ആവശ്യമായ തെളിവെടുപ്പുകൾ പൊതുജനങ്ങളിൽ നിന്ന് ശേഖരിച്ചതിന് ശേഷം ഒരു ന്യായമായ തീരുമാനമെടുക്കേണ്ടതായ ഒരു ബോർഡാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. ആ റെഗുലേറ്ററി കമ്മീഷന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വൈദ്യുതി ചാർജ് വർധനവ് അനുവദനീയമായുള്ളൂ. എന്നാൽ ഇത്തരം തെളിവെടുപ്പിനുള്ള കാര്യങ്ങള് പത്രങ്ങളിലൂടെയൊന്നും പരസ്യപ്പെടുത്താതെ ഏതെങ്കിലും പ്രാദേശികമായ പത്രത്തിന്റെ ഏതെങ്കിലും ഒരു മൂലയില് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പ് നടക്കുന്നു എന്നൊരു വാർത്ത മാത്രം കൊടുത്തുകൊണ്ട് ജനശ്രദ്ധയിൽ കൊണ്ടുവരാതെ കാര്യങ്ങൾ നടത്തുകയും ആ യോഗങ്ങളില് വൈദ്യുതി ബോർഡിലെ ഉദ്യോഗസ്ഥന്മാരും കോൺട്രാക്ടർമാരുടെ ചിങ്കിടികളുമായിരുന്ന 10-30 പേരെ പങ്കെടുത്തുകൊണ്ട് ഈ ചാർജ് വർധന അനിവാര്യമാണ് എന്ന് റെഗുലേറ്ററി കമ്മീഷൻ മുമ്പിൽ സ്ഥാപിച്ച് അങ്ങനെ അംഗീകാരം നേടുന്ന ഒരു സംവിധാനമാണ് മുൻകാലങ്ങളിൽ ചെയ്തു വന്നിരുന്നത്. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളൊന്നും അക്കാര്യത്തിലൊന്നും ശ്രദ്ധ കൊടുത്തിരുന്നില്ല. അവരൊക്കെ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുമ്പോൾ അതിന്റെ മുമ്പില് പോയി 1-2 ദിവസം കൊടി കെട്ടി സമരം നടത്തി പിൻവാങ്ങുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. എന്നാൽ ആം ആദ്മി പാർട്ടി ഈ കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഏതാണ്ട് 6 മാസങ്ങൾക്ക് മുമ്പ് നടന്ന വൈദ്യുതി ബോർഡിന്റെ ഒരു സിറ്റിംഗ് ഉണ്ടായിരുന്നു.
റെഗുലേറ്ററി കമ്മീഷന് മുമ്പില് വൈദ്യുതി ബോർഡ് കൊടുത്തു. സോളാർ പിടിപ്പിക്കുന്ന വീടുകൾക്ക് അവിടെ നിന്ന് വൈദ്യുതി ബോർഡിന് സപ്ലൈ ചെയ്യുന്ന കറണ്ടുകൾക്ക് കുറഞ്ഞ നിരക്കിലും അവർ ഉപയോഗിക്കുന്ന കറണ്ടിന് കൂടിയ നിരക്കിലും ചാർജ് ഈടാക്കണമെന്ന്. 6 രൂപയോളം അവർ ഉപയോഗിക്കുന്ന കറണ്ടിന് യൂണിറ്റിന് ചാർജ് നിശ്ചയിക്കുമ്പോൾ വൈദ്യുതി ബോർഡിന് അവർ സോളാറിൽ നിന്ന് ലഭിക്കുന്ന മിച്ചമുള്ള വൈദ്യുതി നൽകുന്നതിന് യൂണിറ്റിന് 3 രൂപ വെച്ച് മാത്രമേ നൽകാനാവൂ എന്ന ഒരാവശ്യവുമായി വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകണമെന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നു. അത് മനസ്സിലാക്കിയ ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ അത് യൂട്യൂബിലൂടെ ഈ കാര്യം പരസ്യപ്പെടുത്തുകയും ഏതാണ്ട് ആ യോഗത്തില് 300ഓളം ആളുകൾ പങ്കെടുത്തുകൊണ്ട് ഈ ചാർജ് വർധന ആവശ്യമില്ല, ജനങ്ങള് വൈദ്യുതി ക്ഷാമം നേരിട്ടപ്പോൾ സബ്സിഡി നൽകിക്കൊണ്ട് ജനങ്ങൾക്ക് 2-3 ലക്ഷം രൂപയോളം ഓരോ കുടുംബങ്ങളും ചെലവഴിച്ചുകൊണ്ട് സ്ഥാപിക്കപ്പെട്ട ഈ സോളാർ എനർജി അത് ഉപയോഗിക്കുന്നതിനും കൊടുക്കുന്നതിനും തുല്യവില തന്നെ ഈടാക്കണമെന്ന ആവശ്യം ഉന്നയിക്കുകയും ജനങ്ങളുടെ അവിടെ കൂടിയ പൊതുജനങ്ങളുടെ ആവശ്യപ്രകാരം റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകാതിരിക്കുന്ന സാഹചര്യമുണ്ട്. തുടർന്നാണ് ഈ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് വൈദ്യുതി ബോർഡ് വലിയ നഷ്ടത്തിലാണെന്നും അതിന്റെ പേരിൽ എല്ലാ മേഖലകളിലും പുതിയ താരിഫ് നിശ്ചയിക്കണമെന്നും അതുപോലെ തന്നെ വേനൽക്കാലങ്ങളിൽ അധിക ചാർജ് ഈടാക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ മുമ്പാകെ വീണ്ടും അപേക്ഷ നൽകിയത്. അവിടെ വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പിനായി 4 സ്ഥലങ്ങളിൽ സിറ്റിംഗ് നടത്തുകയുണ്ടായി. നമുക്കറിയാം, കോഴിക്കോട്ടും പാലക്കാട്ടും എറണാകുളത്തും തിരുവനന്തപുരത്തുമാണ്. ഈ ഓരോ സ്ഥലത്തും ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിന്റെ ആഹ്വാനപ്രകാരം ആം ആദ്മി പാർട്ടി പ്രവർത്തകരും അല്ലാത്ത ഉപഭോക്താക്കളുമായി 1000 മുതൽ 1500ഓളം പേര് ഇത്തരം കേന്ദ്രങ്ങളിൽ എത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു വൈദ്യുതി ചാർജ് വർധനം ആവശ്യമില്ലെന്നും കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് കാണിക്കാതെയാണ് വൈദ്യുതി ബോർഡ് ഇങ്ങനെയൊരു ആവശ്യം ഉന്നയിച്ചതെന്ന് തുടങ്ങിയ കാര്യങ്ങൾ പറയുകയുണ്ടായി. എറണാകുളത്ത് നടന്ന സിറ്റിംഗില് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ ചെയർമാനായിരുന്ന TK ജോസ് 1200ഓളം വരുന്ന ആ ഉപഭോക്താക്കളുടെ മുമ്പില് ഒരു പ്രസ്താവനയല്ല ഒരു ആവശ്യം വൈദ്യുതി ബോർഡിനോട് ഉന്നയിക്കുകയുണ്ടായി. നിങ്ങൾ എന്താണ് എല്ലാ പ്രാവശ്യവും വൈദ്യുതി ചാർജ് വർധനവിന് വേണ്ടി ആവശ്യമായി വരുന്നത്, എന്നാണ് വൈദ്യുതി ചാർജ് കുറയ്ക്കാനുള്ള ആവശ്യവുമായി നിങ്ങൾ കടന്നു വരുന്നതെന്ന്. പക്ഷെ അവിടെ കൂടിയിരുന്ന ആളുകള് കരഘോഷത്തോടെ അത് സ്വീകരിച്ചു. കാരണം റെഗുലേറ്ററി കമ്മീഷന്റെ പേരിൽ നിന്ന് അനുകൂലമായ തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അവിടെ മുന്നിൽ കണ്ടിരുന്നു. എന്നാൽ എന്താണ് സംഭവിച്ചത്? ഈ സിറ്റിംഗ് എല്ലാം നടത്തിയതിനു ശേഷവും റെഗുലേറ്ററി കമ്മീഷൻ വൈദ്യുതി ബോർഡിന് അനുകൂലമായി ചാർജ് വർദ്ധിപ്പിക്കാനുള്ള സാഹചര്യം അനുമതി നൽകുകയാണ് ഉണ്ടായത്. അടുത്ത മാസം മുതൽ ആ ചാർജ് വർധന നടക്കുകയാണ്. ഇത് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ ഇത്തരമൊരു ഹീന നീക്കം നടത്തുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് റെഗുലേറ്ററി കമ്മീഷന്റെ മുമ്പാകെ ഒരു ഉപരോധ സമരം ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വം നടത്തുകയുണ്ടായി. അതുപോലെ തന്നെ വൈദ്യുതി പോസ്റ്റുകളിൽ തന്നെ പോസ്റ്ററിംഗ് നടത്തിക്കൊണ്ട് നമ്മൾ പ്രതിഷേധം രേഖപ്പെടുത്തി. ഈ വർധനവിനെതിരെ നിയമപരമായി കോടതികളെ സമീപിച്ചുകൊണ്ടും ആം ആദ്മി പാർട്ടി മുന്നോട്ട് പോവുകയാണ്. ഇങ്ങനെ ജനങ്ങൾക്ക് പ്രയോജനകരമായ കാര്യങ്ങളിൽ നേതൃത്വം കൊടുത്തുകൊണ്ടും ജനങ്ങളെ ചൂഷണം ചെയ്യുന്ന സർക്കാർ നടപടികൾക്കെതിരെ പ്രതിരോധം രൂപപ്പെടുത്തിക്കൊണ്ടും ആം ആദ്മി പാർട്ടി നിങ്ങളുടെ ഇടയിലുണ്ട്. ഞങ്ങളെ പിന്തുണയ്ക്കാൻ നിങ്ങളെ എവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ബസ് സ്റ്റാൻഡ് നവീകരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ അധികാരികളോട് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഇവിടെ MLA ഫണ്ടുണ്ട്, MP ഫണ്ടുണ്ട്. പ്രഗത്ഭനായ MLA മാണി സി കാപ്പനാണ് ഈ പാലാ മുനിസിപ്പൽ കേന്ദ്രം ഉൾപ്പെടുന്ന പ്രദേശത്തെ MLA. അതുപോലെ തന്നെ കേരളത്തെ പ്രതിപക്ഷ നിരയിലെ ശക്തനായ വക്താവ് ജോസ് കെ മാണിയുടെ ആണ് ഇവിടുത്തെ രാജ്യസഭാ MP. അതുപോലെ ഫ്രാൻസിസ് ജോർജ് ആണ് ഇവിടുത്തെ ലോകസഭാ MP. ഇത്രയും പ്രഗത്ഭരായപ്പോൾ അവര് കേവലം 1-2 കോടി രൂപ അവരുടെ പ്രവർത്തന ഫണ്ടിൽ നിന്ന് വിനിയോഗിക്കുവാണെങ്കിൽ ഈ ബസ് സ്റ്റാൻഡിന്റെ പ്രദേശം ഈ താന്നു കിടക്കുന്നത് കൊണ്ടാണ് ഇവിടെ ചെറിയ മാറ്റുവർക്കുകൾ നടത്തിയാൽ പോലും എന്നും കുഴികൾ രൂപപ്പെടുത്തുന്നത്. 1.5 അടിയോളം ഉയരത്തിൽ മണ്ണിട്ട് നികത്തിക്കൊണ്ട് ഒരു നവീനമായ രീതിയിൽ കെട്ടിടം പണിതുകൊണ്ട് ഈ നശിച്ചു കിടക്കുന്ന, ഞാൻ മുമ്പേ ആദ്യം സൂചിപ്പിച്ചതുപോലെ അതിന്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്നത് മൂത്രപ്പരയാണ് പോലും. അവിടെ വഴിയെ പോകുന്നവർ കാണുന്നത് ഇത് ബസ് സ്റ്റാൻഡാണോ മൂത്രപ്പരയാണോ എന്ന ശങ്കയാണ് എല്ലാവർക്കും ഉണ്ടാവുന്നത്. അതുപോലത്തെ ഒരു സാഹചര്യം ഒഴിവാക്കിക്കൊണ്ട് ഈ പ്രൗഢി നമ്മുടെ പാരമ്പര്യമായിട്ട് ഇവിടെ വർഷങ്ങൾക്ക് മുമ്പ് രൂപീകരിക്കപ്പെട്ട ഈ ബസ് സ്റ്റാൻഡ് നവീകരിക്കുന്നതിനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കണമെന്ന് അധികാരികളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്.
ഇതിനുവേണ്ടി ഞങ്ങൾ ഇവിടെ ഒരു ഒപ്പുശേഖരണം നടത്തുന്നുണ്ട്. അതിലേക്ക് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് നമസ്കാരം.